വേണുവിന്റെ ഫ്രണ്ടാ, കാണാൻ വന്നതാ. വേണു, ഓർക്കുന്നുണ്ടോ എന്നെ? നീ മറക്കാൻ വഴിയില്ല. നീ ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ, ഇത് ഞാനാ വേണു, മനോജ്. അയ്യോ, എന്താ വേണു ഏട്ടാ? എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ? നിങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്ന വേണുട്ടാ. കണ്ടില്ലേ ഗീതു, ഞാൻ പറഞ്ഞില്ലേ വേണുവിന് എന്നെ മറക്കാനാവില്ലെന്ന്. ഇപ്പോഴെന്തായി? റിലാക്സ് വേണു, നീ വേഗം സുഖപ്പെട്ടു വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. ചേട്ടോ, ഒരു പാക്കറ്റ് സിഗരറ്റ്. മച്ചാൻ ഏതാ ബ്രാൻഡ്? ഓ, ഏതായാലും മതി. ഇതെന്റെ ഫ്രണ്ടാ. എന്താ വേണ്ടെന്ന് വെച്ചാ മച്ചാൻ ചോദിക്കുന്നത് കൊടുത്തേക്കണം. ഓ, കാശ് ഞാൻ തന്നോളാം. മച്ചാനെ, നീ പോകുന്നവരെ നമുക്ക് ഈ നാട്ടിലൊരു കളി കളിക്കണം. ആകെ മൊത്തം ഒന്ന് വെളുപ്പിക്കണം. വേണ്ടേ? വേണോ? വേണം. നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ത്രില്ല് വേണ്ടേന്ന്. കൃത്യമായിട്ട് വരവുണ്ടല്ലോ വെച്ചാ പണി നമുക്ക് നീ വണ്ടി ഇടും. ഓടിക്കോ, ചെല്ലടോ പെട്ടെന്ന് വണ്ടിയെടുക്ക്. വേഗം വാ വാ വാ. അവിടെ ഇങ്ങോട്ട് വാ. നിക്കണോ പോലീസിനെ ഓടി തോപ്പിക്കുന്നോളാം. അത് ശരി. ഞാനൊന്നും ചെയ്തില്ല.
ഹലോ സാർ, ഞാൻ എന്ത് അമ്മിണിയമ്മേ, അമ്മിണിയമ്മേ, നിന്റെ ഹരിയേട്ടൻ എന്താടി പ്രാന്താണോ? നിന്നൊന്ന് നോക്കിയാ, നിന്നോടൊന്ന് മിണ്ടിയാൽ അപ്പ പോലീസ് വണ്ടി അങ്ങ് അയക്കും, പിന്നെ കൊണ്ടുപോയി ഇടിയ. അയാൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അയാളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ പറയടി. അവിടെ കൊണ്ടു ചെന്ന് കെട്ടുകാഴ്ച വെക്കാൻ പറ. അല്ലെങ്കിൽ നിന്നെ അവിടുത്തെ പൂജാമുറിയിൽ പ്രതിഷ്ഠ നടത്താൻ പറ. സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാലോ ബാക്കിയുള്ളവർക്ക്. ഇതേ സ്നേഹം സംരക്ഷണമൊന്നുമല്ല, അയാൾക്ക് നിന്നെ വിശ്വാസമില്ല. അതാണ് നിന്നെ മിണ്ടും കാണുകയും ചെയ്യുന്നവരോട് ലോക്കപ്പ് കൊണ്ടുപോയി ചവിട്ടുന്നത്. അടികൊണ്ട വേദന ഓർത്ത് പിന്നൊരുത്തരും നിന്റെ അടുത്ത് വരില്ലല്ലോ. അല്ല, അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ എന്തിന്റെ പേരിലാടി അയാൾ വിശ്വസിക്കുക? സ്വന്തം ഏട്ടനായി കാണണമെന്ന് പറഞ്ഞ അയാളെ തന്നെ സ്വന്തം കുഞ്ഞിന്റെ അച്ഛനാക്കിയവളല്ലേ നീ? ചുടുവെള്ളത്തിൽ വീണ പൂച്ച അയാള്. പച്ചവെള്ളം കണ്ട പേടിക്കല്ലോ. മതി, നിർത്ത്. നീ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നിന്നെ സ്നേഹിക്കാനോ നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ കൂടെ ഇറങ്ങി വരാനോ പോകുന്നില്ല ഞാൻ. പിന്നെ എന്തിനാ നീ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നേ? നീ എന്റെ ആരാ? നീ എന്റെ ഹരിയേട്ടനെ കുറ്റപ്പെടുത്തി പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതിന്റെ 1000 ഇരട്ടി അർത്ഥത്തിൽ ഞാൻ നിന്നെ വെറുക്കയാ. അല്ലെങ്കിൽ ആർക്ക് വേണം നിന്നെ? എന്തിനാ നിന്നെ? ഒരുപാടൊന്നും അഹങ്കരിക്കണ്ട മൈനെ. നീ കാത്തിരുന്നോ, ഒടുവിൽ നിന്നെ അവൻ തെരുവിലാ തള്ളാൻ പോകുന്നേ. തന്തയില്ലാതെ പിറന്ന സന്താനത്തിനും കൊണ്ട് തെരുവ് നായെ പോലെ അലയും നീ. എച്ചിൽ കൂണുകൾക്കിടയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലയും നീ. പേപ്പിടിച്ച നായ്ക്കൾ കടിച്ച് കീറും നിന്നെ. അതാണ് നിന്റെ വിധി. അതാണ് നിന്റെ അഹങ്കാരത്തിന് കാലം തരുന്ന ശിക്ഷ. സഹിച്ചോളാം, ഏത് നരകവും സഹിച്ചോളാം. എന്നാലും മൈന നിന്നെ തേടി ഒരിക്കലും വരില്ല. നീ എന്തിനാടാ ഇവിടെ വന്നത്? ഇവിടെ വരരുതെന്നല്ലേടാ നിന്നോട് പറഞ്ഞിരിക്കുന്നത്? തല്ലുകൊണ്ട് ചാകാനാണോ നിന്റെ തീരുമാനം? പോ, വേഗം പൊക്കോ, ഇവിടെ കിടന്ന് ചാകാണ്ട്. തല്ലുകൊണ്ട് ചാവാൻ പോകുന്നത് ഞാനല്ല, നിങ്ങളുടെ മകനാ രഘു. രഘു. അവനിപ്പോ എവിടെയാന്നറിയാമോ നിങ്ങൾക്ക്? ചോദിക്കുള്ളോട്. ഇവൾക്കറിയാം. ഹാ, ചോദിക്കമ്മണിയമ്മേ, രഘു ജീവിച്ചിരിപ്പുണ്ടോ അതോ തല്ലി കൊന്നോന്ന് ചോദിക്കേ. എന്തൊക്കെയാ പറയുന്നേ? അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ, രഘുവിനെ ഹരിശങ്കറിന്റെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. അയാൾക്ക് വേണ്ടി ഇവളുടെ ഈ നാണം കെട്ട ഗർഭത്തിന് കാവലിരുന്നതിന് ഹരിശങ്കർ നിങ്ങൾക്ക് തന്ന പ്രതിഫലം. പെറ്റമ്മയോടൊപ്പം ജീവിക്കാൻ കൊതിച്ചു വന്ന രഘുവിനെ ഹരിശങ്കർ ഒഴിവാക്കി. മതിയായില്ല നിങ്ങൾക്ക്? ഇനി പഴമ്പായിൽ പൊതിഞ്ഞു കെട്ടിയ രഘുവിന്റെ ശവം ഏതെങ്കിലും പൊന്തക്കാട്ടിലോ റെയിൽവേ ട്രാക്കിലോ കണ്ടു കിട്ടും നിങ്ങൾക്ക്. സന്തോഷമായില്ല രണ്ടുപേർക്കും? എന്നിട്ട് എന്റെ രഘു. ഓ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് തലയിൽ കേറിയില്ലേ നിങ്ങൾക്ക്? രഘുവിനെ ഹരിശങ്കറിന്റെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. എന്തിന്? അവരെന്തു കുറ്റോ ചെയ്തത്? അതെന്നോടല്ല, ചെന്ന് നിങ്ങളുടെ ദൈവത്തിനോട് ചോദിക്ക്, ഹരിശങ്കറിനോട്. രഘു ഇവിടെ താമസിക്കുന്ന ഇവൾക്ക് ഇഷ്ടമല്ല, ഹരിശങ്കറിന് ഇഷ്ടമല്ല. അതാണ് കാരണം. ഇവൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ, ഹരിക്ക് തോന്നും പോലെ കയറി ഇറങ്ങാൻ രഘു ഒരു തടസ്സമാ. ആ തടസ്സം ഹരിശങ്കർ അങ്ങ് നീക്കി. ഇപ്പൊ മനസ്സിലായോ? ചെന്ന് ചോദിക്ക്. ഇപ്പൊ ചോദിച്ചാൽ ചിലപ്പോ പൊന്നുമോന്റെ ശവെങ്കിലും കിട്ടും.
സംഭവിച്ച ആര് സമാധാനം പറയും? സാർ അത് ഞാൻ ഇവരെ ഒന്ന് കൂട്ടിക്കൊണ്ടു വരാനാ നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ ഇതുപോലെ ഭേദം ചെയ്യാൻ പറഞ്ഞില്ല. ഓ ആൻസർ മീ. പഴയ ആ ഇടിയം പോലീസിന്റെ ഒക്കെ കാലം മാറി. ഇത് വെള്ളം തന്നെ അല്ലടോ. യെസ് സാർ. എനിക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരു സ്ത്രീയുടെ മകനെ വൻ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അതല്ല സാർ, സാറ് പറഞ്ഞപ്പോ ഇവനെ പിടിച്ചോണ്ട് വരാനാണ് ഞങ്ങൾ പോയത്. പക്ഷേ അതത്ര ഈസി ആയിരുന്നില്ല. അതിന് ഇങ്ങനെ മർദ്ദിക്കണോ? സർ, ഹീസ് എ ക്രിമിനൽ. സോ വാട്ട്? ഒരു മർഡർ കേസിൽ ജയിലിലായിരുന്നു. കോടതി ജാമ്യം അനുവദിച്ച കക്ഷിയാണ് ഇയാള്. അത് മാത്രമല്ല സാർ, ഒരുപാട് കേസുകളിൽ പിടികിട്ടാത്ത പ്രതിയായ ഇയാൾ ബ്ലാക്ക് ലിസ്റ്റിലുള്ളതാ. കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം പോലീസിന്റെ വല പൊട്ടിച്ച് ചാടിക്കളിക്കായിരുന്നു ഇവൻ. ഇനി നാളെ കോടതി ഹാജരാക്കും. അതിനു മുമ്പ് ഇവന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു ചാടിക്കാൻ വേറെ വഴിയില്ല സാർ. അതാ സാറ് പോയിക്കോളൂ. ദിസ് ഈസ് മൈ ഡ്യൂട്ടി. ഓക്കെ. വെള്ളം നിനക്ക് ഞാൻ പാലും വെള്ളം തരണം. ഞാൻ സിദ്ധുവേട്ടനെ വിളിച്ചു പറഞ്ഞു. അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ വേണുവേട്ടന് പോകേണ്ടത്. വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. വരും. ഞാൻ വിളിച്ച എത്ര അപമാനിച്ചിറക്കി വിട്ടടുത്തേക്കാണെങ്കിലും ഏട്ടൻ വരും. പാവാ അത്. എന്താ ഇഷ്ടായില്ലേ വന്നത്? ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ വന്നേന്നാ ചോദിച്ചത്. അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്നോട് പറഞ്ഞു നോക്കൂ. കാരണം ഇത് എന്റെയും എന്റെ ഭർത്താവിന്റെയും റൂമാ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പേഴ്സണൽ. ഇവിടേക്ക് ഈ നേരത്ത് കയറി വന്നാ അതെന്തിനാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്നാ കേട്ടോ നീ, ഞാൻ വേണുവിനെ കൊണ്ടുപോവാൻ വന്നതാ. കൊണ്ടുപോകാനോ? എവിടേക്ക്? എന്റെ റൂമിലേക്ക്. ഇനി മുതൽ വേണു അവിടെ കിടന്നാ മതി. ഞാൻ നോയിക്കൊള്ളാം വേണുവിനെ. ഇനി നീ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടണ്ട. വേണുവിന്റെ കട്ടിലിന് കാവലിരുന്നു എന്നുള്ള പേരിലല്ലേ ഇവിടേക്ക് നീ വീണ്ടും വലിഞ്ഞേറി വന്നത്. ഇനി ആ അധികാരം വേണ്ട. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ നോക്കാനും അന്വേഷിക്കാനും ഒക്കെ ഞാനുണ്ട് ഇവിടെ. വേണു, പോകാം നമുക്ക്. മാറി നിക്ക്. പോ. ഇറങ്ങി പോവാൻ. എന്നെ തടയാൻ നീ ആരാ? ദാ, ഇതാണ് അവകാശം. ഇത് കഴുത്തിലില്ലാതെ ഗർഭം ധരിക്കുന്ന നിന്നെ പോലുള്ള പെണ്ണിനെ സമൂഹം ഒരു പേര് വിളിക്കും. ആ പേര് വിളിക്കാൻ എന്റെ അന്തസ്സിന് കഴിയില്ല. വേണ്ട ഗീതു. ഈ മനുഷ്യൻ കെട്ടിയ ഈ താലി എന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നിനക്ക് വേണുവേട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാനാവില്ല. പോവാൻ. എന്ത് വേണം? എന്റെ പേര് അമ്മിണി എന്നാ. ഞാൻ ഹരിസാറിനെ കാണാൻ വന്നതാ. ഹരിയേട്ടൻ ഇവിടെ ഇല്ല, പിന്നെ വരൂ. എന്നെ ചിലപ്പോ പറഞ്ഞ മോക്ക് അറിയാൻ കഴിയുമായിരിക്കും. ഹരിസാറ് മൈനയെ ഒളിപ്പിച്ച് താമസിച്ചിരുന്ന വീടില്ലേ, അവിടെ മൈനയ്ക്ക് കൂട്ടിനുണ്ടായിരുന്ന ഒരു അമ്മിണിയമ്മയെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് ഞാനാ. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്ന്? എന്റെ മോൻ എവിടെയെന്ന് ചോദിക്കാൻ. ഒന്ന് കുഴിച്ചു മൂടിയോ അതോ ജീവനോടെ ഉണ്ടോന്നറിയാൻ.
നിങ്ങളൊക്കെ വലിയ ആളുകളാ. നിങ്ങൾക്ക് ഒരുപാട് ഒളിക്കാനും മറയ്ക്കാനും ഉണ്ടാകും. അതിന് കാവൽ നിൽക്കാൻ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ കൂട്ടും. കൊടുക്കും. കാര്യം കഴിയാറാവുമ്പോ ഞങ്ങളെയൊക്കെ കൊന്നു കുഴിച്ചുമൂടി അങ്ങ് തീർക്കും. ഏയ്, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവിടെ നിന്ന് പിച്ചും പേയും പറയാതെ പോവാൻ നോക്ക്. പോകാം, പൊയ്ക്കൊള്ളാം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ മകനെ ഒന്ന് കാണുന്നത്. അവൻ ഇപ്പോഴാ എന്നെ അമ്മയെന്നൊന്ന് വിളിക്കുന്നത്. അത് കേട്ട് കൊതി മാറിയില്ല കുഞ്ഞെ. അതിനു മുമ്പ് ഹരിസാറിന്റെ പോലീസ് ഏതോ ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തി അവനെ പിടിച്ചോണ്ട് പോയി. പോലീസുകാര് അവനെ തല്ലിക്കൊന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. അതിനു മാത്രം എന്റെ മോൻ ഹരിസാറിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മൈന താമസിക്കുന്ന വീട്ടില് എന്റെ മകൻ ഒന്ന് വന്നു എന്ന് പറഞ്ഞ ഹരിസാർ എന്നോട് ഈ ചതി ചെയ്തത്. ആ മൈന എന്ന് പറയുന്ന കൊച്ചിനെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ചവളാ ഞാൻ. എന്നിട്ടും എന്റെ മോൻ ആ വീട്ടിൽ വരുന്നതും മൈനയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. എവിടേക്കെങ്കിലും പൊയ്ക്കോളൂ പറഞ്ഞേനെ ഞാൻ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി അവളാ, മൈന. അവൾക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലിക്കും. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോകാൻ കുഞ്ഞെ. ഹരിസാറ് വരുമ്പോ കഴിയുമെങ്കിൽ പറയണം, അങ്ങേരെ ദൈവത്തെ പോലെ ബഹുമാനിച്ചിരുന്ന ഒരു പാവ അമ്മിണിയമ്മ വന്നിരുന്നു എന്ന്. കൊന്നു കുഴിച്ചു മുടിയില്ലെങ്കിൽ എനിക്ക് എന്റെ മകന്റെ മുഖം ഒന്ന് കാണിച്ചു തരാൻ ദയവുണ്ടാകണമെന്ന് ഒരു പെറ്റമ്മയുടെ അപേക്ഷയാണ്. മാനസേ, ഏയ് എന്താ വല്ലാതെ? ആരെവിടെ വന്നേ? ഒരു അമ്മിണിയമ്മ. അമ്മിണിയമ്മയോ? അതാരാ? മൈനയുടെ ഗർഭത്തിന് കാവലിരിക്കാൻ ഹരിയേട്ടൻ നിയമിച്ച സ്ത്രീ. മനസ്സിലായോ ഇപ്പൊ? മഹാപാപങ്ങൾ ചെയ്തു കൂട്ട ഹരിയേട്ടൻ മൈനയ്ക്ക് വേണ്ടി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അമ്മയുടെ കണ്ണിൽ നിന്നും പൊഴിഞ്ഞത് ഹരിയേട്ടനുള്ള ശാപമാ. എന്തിനാ സിദ്ധു ഹരിയേട്ടൻ ഇങ്ങനെ ഇത്രയ്ക്ക് ദുഷ്ടനായി തീർന്നോ ഹരിയേട്ടൻ? ഏയ് അത് വിട്. വാ വാ. അമ്മേ, അമ്മേ, ഈ അമ്മ എന്താ എപ്പോഴും ആലോചിക്കുന്നേ? നീ കാര്യം പറ. നെക്സ്റ്റ് വീക്കെൻഡില്ലേ സ്കൂളിലെന്തോ ഫംഗ്ഷൻ ഉണ്ട്. അമ്മേനെയും പപ്പേനെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ ടീച്ചർ പറഞ്ഞത്. നമുക്ക് പോണം കേട്ടോ. നല്ല രസമായിരിക്കും. ഡാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാ? പപ്പ വന്നാ എല്ലാരും പപ്പയെ വഴക്ക് പറയില്ലേ? അമ്മ വരാം. പോരെ? അപ്പൊ പപ്പയോ? പപ്പ ഇല്ലാത്ത കുട്ടികൾ പഠിക്കുന്നില്ലേ നിന്റെ സ്കൂളില്? മോള് വാ. ആഹാ, വന്നല്ലോ മുത്തശ്ശന്റെ രാജകുമാരി. മോള് വാ, ചോദിക്കട്ടെ. വാ. ഇന്നെന്തൊക്കെയാ പഠിപ്പിച്ചത്? പറ, മുത്തശ്ശൻ കേക്കട്ടെ. വാ
പഠിക്കാൻ ബഹുമിടിക്കുക അല്ല അത് ഗൗരി അങ്ങനെ തന്നെ ആയിരുന്നു. മോളിങ് വാ, അമ്മൂമ്മ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെല മോളെ, ഇത് അഡ്വക്കേറ്റ് ജോർജ് തോമസ്, അച്ഛൻ്റെ സുഹൃത്ത്. മോളെ മനസ്സിലായല്ലോ? പിന്നെ ഇതാണ് ഡോക്ടർ ഗൗരി മേനോൻ. ഹലോ ഗൗരി, മോളെ കാണാനാ അഡ്വക്കേറ്റ് വന്നത്. സോ ഗൗരി ഒരു ഡോക്ടർ ആയതുകൊണ്ട് കുറച്ചൊക്കെ ലീഗൽ ഫോർമാലിറ്റീസിനെ കുറിച്ച് വലുതായൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ.